ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് എൻ്റെ മേമേൻ്റെ കല്യാണത്തിന്. എവിടെയാ പോകുന്നതെന്ന് എനിക്കറിയില്ല, ഉമ്മച്ചാണ് പോകുന്നത്. അപ്പം ആ ഷോപ്പിലെത്തിയിട്ട് കാണാം. ബൈ. ആ ഷോപ്പിലെത്തിയിട്ട് നമുക്ക് എന്തായാലും. ഹലോ ഗൈസ്, ഞങ്ങളിതാ ബസ്സിലാണ്. കാരണം നല്ല മഴ പെയ്തു തോന്നുന്നത്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാ. എന്നിട്ട് ഉമ്മച്ചനോട് ഞാൻ മഴ പെയ്ത കാര്യങ്ങൾ സംസാരിക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങിയ സ്റ്റാൻഡിൽ. പിന്നെ ഞങ്ങൾ ഇത് കടക്കാണ്. പിന്നെ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഊരി കളിക്കല്ലേ, ഇങ്ങനെ ആക്കൂലേ, ഇങ്ങനെ മഴ പെയ്ത വെള്ളം. എന്നിട്ട് ഞാൻ കൊടിയുന്നുണ്ട്. ഉമ്മച്ചീൻ്റെ സാലത്തിലായിട്ടാണ് ലെഫ്റ്റിൽ കയറില്ല കേട്ടോ. ഞാൻ ഡ്രസ്സ് കടയിലെത്തി. ഞാൻ കേട്ടോ സിന്ദൂരിലാട്ടോ ഇല്ലേ. അവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒന്നുമില്ല, ഇഷ്ടപ്പെട്ടിക്ക്. പക്ഷേ എനിക്ക് പാകത്തില്ല. ചിലത് ലൂസേക്കും ചിലത് ടൈറ്റേക്കും. പിന്നെ ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ലിഫ്റ്റിൽ കയറില്ല. ഇന്നോട് ചെറുതാണ് കണ്ടപ്പോൾ അങ്ങനത്തെ മടിയാണ്. അത് നീലയല്ല കേട്ടോ, കടുന്നീലയല്ല, പച്ചാണ്. കടുന്നീലയാണ് ഡ്രസ് കോഡ്. പിന്നെ ഈ ടോപ്പൊക്കെ വന്ന് ഞങ്ങൾ കിട്ടാത്തതുകൊണ്ട് നടന്നു. പിന്നെ ഇതിൽ നിന്ന് തപ്പേനു കേട്ടോ. അത് കിട്ടിയില്ല. ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇവിടെ ഞാൻ വാങ്ങിയത് പക്കവടിയും ബൂസ്റ്റായിരുന്നു. എൻ്റെ ഉമ്മമ്മ വാങ്ങിയത് ഉയിനോടിയും പൈച്ചായും. നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പറാ. എന്നിട്ടോ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിറങ്ങിയപ്പോൾ അപ്പുറത്തെ കടയിലുണ്ടോ ഉദ്ഘാടനം. പിന്നെ ഇവിടെ എത്തി. കല്യാൺ സിൽക്കിലാണ് എത്തിയത്. ഞാനത് കൊണ്ട് തട്ടിപ്പോയ കാഴ്ചയാണ് സാധനം. ഇത് ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങൾ കുറേ ഇതൊക്കെ കണ്ട്. പിന്നെ ഞാൻ ടോക്കൺ നമ്പറാണ് ഇത്. എനിക്ക് മനസ്സിലാവുന്നില്ല. 2 കവറുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഷാനകിൽ വാങ്ങാൻ പോയതാണ്. ആ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഞാൻ കയറി. ആ വെള്ളം മുറ്റീനെ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. ഞാനും ഉമ്മച്ചീനോട് നിസ്കാരക്കുപ്പായി വാങ്ങിത്തരുമെന്നാണ് ഏറ്റവും ചോദിച്ചിട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ നിസ്കാരം കുപ്പായി വാങ്ങിത്തരുമെന്നാണ് ചോദിച്ചത്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നടന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഡാൻസ് കളിച്ചാൽ അവിടെ തന്നെ പാട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ ചോദിച്ചിട്ടുണ്ടോ ഉമ്മച്ചിനോട്. ഉമ്മച്ചി പറഞ്ഞു എനിക്ക് വരൂലെന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ ഹോട്ടലിൽ. ഞാനും തിന്നിക്കില്ല കേട്ടോ. ഞാൻ തിന്നിട്ട് മതിയാക്കി. എൻ്റെ ഉമ്മച്ചിയും വല്യമ്മയും തിന്ന്. ഞാൻ ബാക്കിയാക്കിയത് എൻ്റെ വല്യമ്മയാണ് ഇട്ടിരുന്നു കേട്ടോ. ഞാൻ ആ സ്കീമിന് ദേശം പിടിച്ചിരിക്കുക. പിന്നെ ഞാൻ ഈ മുട്ടായി വാങ്ങി. ഓക്കെ ബൈ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഇതെനിക്ക് കിട്ടൂല. ബൈ.